നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണിയെ തകർത്തെറിയുമ്പോൾ അങ്ങ് ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണിയുടെ ഉജ്ജ്വല പ്രകടനം. ഹേമന്ത് സോറൻ എന്ന രാഷ്ട്രീയ പോരാളിയുടെ ഉജ്ജ്വല പ്രകടനമാണ് ജാർഖണ്ഡിൽ പ്രകടമാകുന്നത്. ഗൂഢാലോചന നടത്തി തന്നെ ജയിലിലടച്ച BJPയെ ജാർഖണ്ഡിൽ നിന്ന് തുടച്ചു നീക്കുമെന്നാണ് ഹേമന്ത് സോറൻ മുൻപ് പറഞ്ഞതെങ്കിലും BJP അവിടെ വലിയ രാഷ്ട്രീയ കക്ഷിയായി തുടരുന്നു. ഭൂമി കുംഭകോണ കേസിൽ 5 മാസമാണ് ഹേമന്ത് സോറനെ ജയിലിലടച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കെ മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുന്നു, ജയിലിലടയ്ക്കുന്നു. ഇപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ജയിലിൽ നിന്നിറങ്ങിയ ഹേമന്ത് സോറൻ വീണ്ടും മുഖ്യമന്ത്രിയായി തിരിച്ചെത്തി. BJPയെ വെല്ലുവിളിച്ച് തെരഞ്ഞെടുപ്പ് ഗോതയിൽ പോരിനിറങ്ങി. ഹേമന്ത് സോറനെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച കാലഘട്ടത്തിൽ അന്ന് ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി സ്ഥാനം നൽകിയത് ചാംബൈ സോറന്. ഹേമന്ത് സോറൻ മടങ്ങി വന്നപ്പോൾ ആ മുഖ്യമന്ത്രി കസേര തിരികെയെടുത്തു. ചാംബയുടെ പടിയിറക്കം രാഷ്ട്രീയ ആയുധമാക്കാനാണ് പിന്നീട് BJP ശ്രമിച്ചത്. ഹേമന്ത് സോറനും കുടുംബവും ജാർഖണ്ഡിനെ തങ്ങളുടെ കുടുംബസ്വത്തായി കാണുന്നു എന്ന് BJPയുടെ ആരോപണം. അതുറപ്പിക്കുന്ന തരത്തിൽ കുടുംബ പ്രശ്നങ്ങൾ. ഒടുവിൽ ഹേമന്ത് സോറന്റെ മൂത്ത സഹോദര ഭാര്യ BJP ടിക്കറ്റിൽ മത്സരിക്കുന്ന വിചിത്ര കാഴ്ച. ഹേമന്ത് സോറന്റെ അറസ്റ്റിനെ തുടർന്ന് അധികാരമൊഴിഞ്ഞതോടെ ഭാര്യ കൽപ്പന സോറനെ മുഖ്യമന്ത്രിയാക്കുകയായിരുന്നു ഹേമന്ത് സോറന്റെ ലക്ഷ്യം. എന്നാൽ അവകാശവാദവുമായി ഹേമന്ത് സോറന്റെ മൂത്ത സഹോദര ഭാര്യ രംഗത്തെത്തി. ഹേമന്ത് സോറന്റെ മൂത്ത സഹോദരന്റെ ഭാര്യ സീതാ സോറൻ തന്നെ മുഖ്യമന്ത്രി ആക്കണമെന്നാവശ്യപ്പെട്ടാണ് രംഗത്തെത്തിയത്. ആ ഘട്ടത്തിൽ ഹേമന്ത് സോറന്റെ ഇളയ സഹോദരനും തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തി. എന്നാൽ MLA പോലുമല്ലാത്ത ഭാര്യ കൽപ്പനയെ മുഖ്യമന്ത്രിയായി വാഴിക്കാൻ ഹേമന്ത് സോറൻ ആഗ്രഹിച്ചു. കുടുംബപ്പോര് രൂക്ഷമായപ്പോൾ 2005 മുതൽ MLA ആയ ചാംബൈ സോറനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കാൻ ധാരണയായി. ഹേമന്ത് സോറനെ ജയിലിലടച്ചത് പക്ഷേ NDA മുന്നണിക്ക് വിനയായി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 ലഭിച്ചതിനേക്കാൾ സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ കുറവ്. ഒടുവിൽ സോറനെതിരെ തെളിവില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടിയപ്പോൾ ഇന്ത്യ മുന്നണിക്ക് ആവേശം കൂടി. സോറനെ പ്രതിപക്ഷ നേതൃനിരയിലുള്ള പലരെയും പോലെ BJP സർക്കാർ വേട്ടയാടുകയായിരുന്നുവെന്ന് ഇന്ത്യ മുന്നണി പ്രചരണം നടത്തി. ഒടുവിൽ വീണ്ടും ജാർഖണ്ഡിനെ ഭരിക്കാൻ ഹേമന്ത് സോറൻ എത്തുമ്പോൾ ഒപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ കൽപ്പനയും ശക്തയായുണ്ട്. കുടുംബപ്പോരിലും BJPയുമായുള്ള രാഷ്ട്രീയ പോരിലുമൊക്കെ ഹേമന്ത് സോറൻ വിജയിച്ചു വരുന്നതാണ് ജാർഖണ്ഡിലെ പ്രത്യേകത. ഹേമന്ത് സോറനെ ജയിലിലടച്ച കാലഘട്ടത്തിൽ അന്ന് ജാർഖണ്ഡിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ പ്രചരണ വേദികളിലെ സജീവ സാന്നിധ്യമായിരുന്നു ഹേമന്തിൻ്റെ ഭാര്യ കൽപ്പനയുടെ സാന്നിധ്യം. പൗരത്വ നിയമം, പൗരത്വ പട്ടിക, കാശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കിക്കൊണ്ടുള്ള ദേശീയ പ്രശ്നങ്ങളായിരുന്നു 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ആയുധമാക്കിയത്. എന്നാൽ ആകെയുള്ള 81 സീറ്റിൽ 47 എണ്ണത്തിലും വിജയിച്ച് JMMൻ്റെയും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരമേറ്റു. BJP 25 സീറ്റിൽ ഒതുക്കപ്പെട്ടു. ഇന്ത്യ മുന്നണിയുടെ അവിഭാജ്യ ഘടകമായി ഹേമന്ത് സോറനും JMMും മാറുന്ന കാഴ്ച ഇന്ത്യ കണ്ടു. ഹേമന്ത് സോറൻ ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ ആദ്യം വിളിച്ചത് സോണിയാഗാന്ധി. BJPക്കെതിരെ ഇന്ത്യ മുന്നണി ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിയ ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധങ്ങളിലൊന്ന് ഹേമന്ത് സോറനെതിരെയുള്ള ഈ കേസും നടപടികളുമായിരുന്നു. മോദി സർക്കാരിൻ്റെ പ്രതികാര നടപടിയാണ് ഹേമന്ത് സോറനെതിരെ ഉണ്ടായത് എന്ന പ്രചരണം ജാർഖണ്ഡിൽ വിശ്വാസ്യതയുണ്ടാക്കി എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. ഒടുവിലിത ഹേമന്ത് സോറൻ നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി ജാർഖണ്ഡിൽ അധികാരത്തിലെത്തുന്നു. ജാർഖണ്ഡ് എന്ന സംസ്ഥാനത്തിൻ്റെ പ്രായം വെറും 24 വയസ്സ്. യൗവന കാലഘട്ടത്തിലാണ് ജാർഖണ്ഡ് എന്ന് വിലയിരുത്താം. എന്നാൽ ആ സംസ്ഥാനത്തിന് പറയാനുള്ളത് അധികാരമാറ്റങ്ങളുടെയും രാഷ്ട്രപതി ഭരണത്തിൻ്റെയും സഖ്യ തകർച്ചകളുടെയും സംഭവ ബഹുലമായ കഥകൾ. അസ്ഥിരമായ ഭരണകൂടങ്ങൾ തന്നെയായിരുന്നു ജാർഖണ്ഡിൻ്റെ മുഖമുദ്ര. അതിന് മാറ്റം വന്നത് 2014 മുതൽ. ഗോത്ര സംസ്കാരമാണ് ആ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകത. ധാതുസമ്പത്ത്, സമ്പത്തിൻ്റെ പാർശ്വവൽക്കരണം എന്നിവയൊക്കെ ജാർഖണ്ഡിൻ്റെ മാത്രം പ്രത്യേകതകൾ. സഖ്യകക്ഷികളുടെ വ്യത്യസ്ത താൽപ്പര്യങ്ങൾ എപ്പോഴും സംസ്ഥാന ഭരണത്തിൽ അസ്വസ്ഥതകൾ സൃഷ്ടിച്ചു. പ്രാദേശിക രാഷ്ട്രീയ കക്ഷികൾക്കാണ് അവിടെ സ്വാധീനം കൂടുതൽ.
എന്നാൽ പ്രാദേശിക കക്ഷികളുടെ തണലിൽ കോൺഗ്രസും BJPയും ഒക്കെ അവിടെ അധികാരം ആസ്വദിച്ചു. അടിക്കടിയുള്ള കൂറുമാറ്റങ്ങൾ, രാഷ്ട്രീയ ചേരിതിരിവുകൾ, ഹ്രസ്വകാല നേട്ടങ്ങൾക്കായി പാർട്ടിയെ ഒറ്റുകൊടുക്കാൻ മടിയില്ലായ്മ, ആ പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും BJP ജാർഖണ്ഡിൽ വെച്ച് പുലർത്തുന്നത്. JMMനെ പിളർത്തുക എന്ന ലക്ഷ്യം അവർക്ക് മുന്നിലുണ്ട്. ജാർഖണ്ഡിൻ്റെ പ്രത്യേകത അവിടുത്തെ ആദിവാസി സമൂഹം തന്നെ. ജാർഖണ്ഡ് എന്ന സംസ്ഥാനത്തിന് വേണ്ടി മുറവിളി കൂട്ടിയതും ഇതേ ആദിവാസി ഗോത്രവർഗം തന്നെ. ജനസംഖ്യയുടെ 26% പട്ടികവർഗക്കാരായ ഗോത്ര സമൂഹങ്ങൾ. ഗോത്രജനതയുടെ ഭൂമിയുടെ അവകാശങ്ങൾ, സംസ്കാരത്തിൻ്റെ സംരക്ഷണം, സ്വയംഭരണം എന്നിവയ്ക്കായുള്ള പോരാട്ടത്തിൻ്റെ ചരിത്രമാണ് ജാർഖണ്ഡിന് പറയാനുള്ളത്. 2000-ലാണ് ജാർഖണ്ഡ് സംസ്ഥാനം രൂപീകൃതമായത്. ബീഹാറിൽ നിന്ന് ജാർഖണ്ഡിന് രൂപം കൊടുത്തു. ആദിവാസി മേഖലകളെ പ്രതിനിധീകരിച്ച് JMM പോലുള്ള രാഷ്ട്രീയ കക്ഷികൾ അവിടെ വളർന്നു വന്നു. ഷിബു സോറൻ എന്ന നേതാവിൻ്റെ വളർച്ച തന്നെയായിരുന്നു അതിലേറെ പ്രധാനപ്പെട്ടത്. ഭൂമിയുടെ അവകാശമാണ് അവരുയർത്തിയ മുദ്രാവാക്യം. ആദിവാസി ഭൂമികൾ ആദിവാസികളല്ലാത്തവർക്ക് നൽകുന്നു. കൊളോണിയൽ കാലഘട്ടത്തിലെ നിയമങ്ങൾ അവിടെ നടപ്പിലാക്കുന്നു. ജനങ്ങൾ ഏറെ പരിഭ്രാന്തിയിലായിരുന്നു. വ്യാവസായിക ആവശ്യങ്ങളേറി വന്നപ്പോൾ ഗോത്രവർഗക്കാരുടെ ഭൂമിയിന്മേലുള്ള കടന്നുകയറ്റങ്ങൾ അവരെ കൂടുതൽ അസ്വസ്ഥപ്പെടുത്തി. കൽക്കരി, ഇരുമ്പ്, ബോക്സൈറ്റ് എന്നിവയുടെ വലിയ ശേഖരമുള്ള ജാർഖണ്ഡ് ചില മാഫിയകളുടെ വികാരരംഗമായിരുന്നു. BJPയും കോൺഗ്രസും പോലുള്ള ദേശീയ പാർട്ടികൾക്ക് പക്ഷെ വ്യക്തമായ ആധിപത്യം സ്ഥാപിക്കാൻ പലപ്പോഴും കഴിഞ്ഞില്ല. അവിടെയാണ് ഷിബു സോറൻ്റെ വളർച്ചയും ഉയർച്ചയും ഒക്കെ നമ്മൾ അളക്കേണ്ടത്. പ്രാദേശിക പാർട്ടികളുമായി ചേർന്ന് ഭരണം പിടിക്കുക എന്ന തന്ത്രമാണ് പിന്നീട് കോൺഗ്രസും മറുവശത്ത് BJPയും പയറ്റിയത്. ആഴത്തിൽ ഗോത്രവർഗ വേരുകളുള്ള ഒരു പ്രബല രാഷ്ട്രീയ പാർട്ടിയാണ് JMM. ഷിബു സോറൻ സ്ഥാപിച്ച JMM ആദിവാസികളുടെ അവകാശങ്ങൾ, ഭൂപരിഷ്കാരങ്ങൾ, സാമൂഹിക സാമ്പത്തിക വികസനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 2000-ൽ ബീഹാറിൽ നിന്ന് വിഭജിക്കപ്പെട്ട് ജാർഖണ്ഡ് സംസ്ഥാനം രൂപവൽക്കരിച്ചപ്പോൾ അധികാരത്തിലേറിയത് BJP. പിന്നീട് നടന്ന രാഷ്ട്രീയ നാടകങ്ങൾ. 2000-നും 2014-നും ഇടയിൽ 9 വ്യത്യസ്ത മുഖ്യമന്ത്രിമാരെയും ഒന്നിലധികം തവണ രാഷ്ട്രപതി ഭരണവും കാണേണ്ടി വന്ന സംസ്ഥാനം. 2014-ലെ തെരഞ്ഞെടുപ്പ് പുതിയൊരു അധ്യായമായി തുടങ്ങി. തെരഞ്ഞെടുപ്പിൽ BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഉയർന്നു. ഗോത്ര വർഗേതര നേതാവായ രഘുബർ ദാസ് 5 വർഷം മുഴുവൻ കാലാവധി പൂർത്തിയാക്കുന്ന മുഖ്യമന്ത്രിയുമായി. 2019-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ JMM കോൺഗ്രസ് RJD സഖ്യം വ്യക്തമായ ഭൂരിപക്ഷം നേടി. ഹേമന്ത് സോറൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റെടുത്തു. പിന്നീട് സോറനെതിരായ ഖനന ഭൂമി ഇടപാടുകളെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും ഒടുവിൽ ഹേമന്ത് സോറന്റെ അഴിമതിയെക്കുറിച്ചുള്ള കണ്ടെത്തലുകളും പുതിയ അധ്യായം അവിടെ തുടർന്നു. സോറൻ തന്റെ പദവി ദുരുപയോഗം ചെയ്ത് ഖനനപാട്ടം തനിക്ക് തന്നെ അനുവദിച്ചു നൽകി എന്ന ആരോപണങ്ങൾ ഉയർന്നു. എല്ലാറ്റിനുമൊടുവിൽ ഹേമന്ത് സോറന്റെ ഉജ്ജ്വലമായ മറുപടിയാണ് നമ്മൾ കാണുന്നത്. തന്നെ വേട്ടയാടി എന്ന് ഹേമന്ത് സോറൻ ആരോപിക്കുന്ന BJPയെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഗോതയിൽ മലർത്തിയടിക്കുന്നു. ഹേമന്ത് സോറൻ്റെ തോളിലേറി കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ജാർഖണ്ഡ് വിജയം ആഘോഷിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.